പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടില് ലുലു മാൾ വന്നിരിക്കുകയാണ്. ലുലു മാൾ നമുക്ക് നല്ലതാണോ അതോ ദോഷമാണോ? ലുലു മാൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കോട്ടയം നഗരത്തിലുണ്ടായ കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് രാവിലത്തെ ദൃശ്യമാണ്. ഇത് നിങ്ങളൊന്ന് കാണുക. മെയ്ദിനെ ആ ചെറിയ സ്പാനറുകൾക്ക് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പൊ ലുലു മാള് വന്നതുകൊണ്ടാണ് എന്നല്ല പറയുന്നത്. നാട്ടകം തൊട്ട് കോടിമത വരെ ചില സമയത്ത് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. അത് തന്നെയല്ല, അവിടെ മിക്ക ദിവസവും നാട്ടകം ഭാഗത്ത് കഴിഞ്ഞ ഇടയ്ക്ക് ലുലു മാള് വരുന്നതിന് മുമ്പല്ല വളരെയേറെ അപകടങ്ങളും നിരവധി ആക്സിഡന്റുകളാണ് ആ സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം റോഡിന് വീതിയില്ല. അപ്പം ലുലു മാള് വന്നപ്പോഴത്തേന് ഇപ്പം വീണ്ടും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലുലു മാളിൽ കയറുന്നത് ഇറങ്ങുന്നതും എല്ലാം ഈ നാട്ടകത്തെ ഈ വഴിയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഉച്ചക്കത്തെ കാഴ്ച ഒന്നാണ്. ലുലു മാള് വന്നതിന് ശേഷം നാട്ടകം ഭാഗത്ത് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാധ്യമങ്ങളിലും ഒരു പത്രങ്ങളിലും ഒന്നും ഈ വാർത്ത വരത്തില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ എനിക്ക് തോന്നുന്നത് കോട്ടയത്ത് ജാഗ്രത ന്യൂസ് മാത്രമാണ് ഈ ഇവിടുത്തെ ബ്ലോക്കിനെ പറ്റിയൊക്കെ മിക്കപ്പോഴും വാർത്ത കൊടുക്കുന്നത്. മറ്റുള്ള ഒരു ചാനലുകാരും ഇവിടെ വാർത്ത കൊടുക്കത്തില്ല. പരസ്യം മേടിച്ചവരാരും വാർത്ത കൊടുക്കത്തില്ല. അപ്പോൾ ഇത് സാധാരണക്കാർ അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നിപ്പം ഈ പള്ളം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കോട്ടയം ടൗണിലോട്ട് വരാൻ പേടിയാണ്. കാരണം അതുപോലെ ബ്ലോക്ക് ആയിരിക്കുകയാണ് റോഡ്. നിങ്ങൾക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം. ഉണ്ടോ? ഇത് 4 വരിപ്പാത കൊടിമത. ആ വണ്ടി കിടക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഏറെക്കുറെ 1 മണിക്കൂറിന് മുകളിലെടുക്കും ഈ നാട്ടകം ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ലുലു മാള് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷവും ഭയങ്കര ആഘോഷവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇതെന്താ ഇവിടെ സംഭവിച്ചെന്നുള്ളത്. കാരണം ഇവർക്ക് വേറെ ഏതെങ്കിലും സൈഡിലോട്ട് ഇതിന്റെ എൻട്രൻസോ കാര്യങ്ങളോ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ കോട്ടയം നഗരം ഒരു ആംബുലൻസ് ഒക്കെ വരുന്ന അവസ്ഥ വരുമ്പോഴത്തേനാണ് ഇതുപോലുള്ള, അതൊക്കെ ആരോട് പറയാനാ. ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഒരു നേതാക്കന്മാരും തുനിയത്തില്ല. കാരണം നിങ്ങൾ ആ ഉദ്ഘാടന മഹാമഹൊക്കെ കണ്ടതാണ്. അപ്പം ആരാ ഇതിന് എതിരായിട്ട് ആരാ പറയാനുള്ളത്? അപ്പം വരുന്നിടത്ത് വെച്ച് അനുഭവിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഏറെക്കുറെ ഈ വാഹന ബ്ലോക്ക് 1 കിലോമീറ്ററിന് മുകളിലുണ്ട്. ഒന്നല്ലെങ്കിലേ ഉള്ളൂ. ഇങ്ങോട്ട് 1 കിലോമീറ്ററിന് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും 1 കിലോമീറ്റർ മുകളിലുണ്ട്. കോടിമത പാലം വരെ ഈ ബ്ലോക്കുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ അറിയരുതോ? ഇത് ഒരു സമയത്തെ മാത്രമല്ല, ഇതുപോലെ തന്നെയാണ് പല സമയങ്ങളിൽ. ശനി ഞായറിലൊക്കെ തിരക്ക് കൂടുതലാണ്. ഇപ്പം ലുലു മാള് കാണാൻ പല സ്ഥലങ്ങളിൽ, ഇപ്പം കോട്ടയം ജില്ലക്കാർ തന്നെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം വാഹനങ്ങളിലാണ് വരുന്നത്, കാണുക. അപ്പൊ ലുലു മാളിന്റെ എൻട്രൻസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇനിയും വൈകിട്ടത്തെ കാഴ്ചയും കൂടെ കാണാം. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. അപ്പോൾ ഇതാണ് ലുലു മാള്. ലുലു മാളിലെ രാത്രി ദൃശ്യമാണ്. അവിടെ വാഹനങ്ങൾക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും പാർക്കിംഗ് സൗകര്യം ലുലു മാൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് കയറാനും ഇറങ്ങാനുമുള്ള വാഹനങ്ങൾ വരുമ്പോഴത്തേനാണ് ഇത്രയും ബ്ലോക്ക് ഉണ്ടാകുന്നത്.
നമുക്ക് കോട്ടയത്ത് അഭിലാഷ് തിയേറ്ററിലോട്ടൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ തന്നെ കോട്ടയത്ത് KSRTCയുടെ അവിടെ എന്തുമാത്രം ബ്ലോക്ക് ഉണ്ടാവും നമുക്കറിയാം. ലുലു മാളിന്റെ എൻട്രൻസിന്റെ അവിടെ ഒന്നെങ്കിൽ അപ്പുറത്തോട്ടോ ഇങ്ങോട്ടോ മാറ്റി എന്തെങ്കിലുമൊക്കെ എൻട്രൻസിന് മാറ്റം വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതിന് അതുപോലെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ കോട്ടയം നഗരം വീർപ്പുമുട്ടും. അപ്പൊ ഇതിനെതിരെ ആരും ഒന്നും സംസാരിക്കത്തില്ല. കാരണം മാധ്യമങ്ങളൊക്കെ ഇഷ്ടംപോലെ ലുലുവിന്റെ പരസ്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു കാരണവശാലും ഇതിനെതിരെ ഒന്നും പറയത്തില്ല. നിങ്ങൾക്കറിയാം, നാട്ടകം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ആ മെയിൻ റോഡ് ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് ഒരു ഉദ്യോഗസ്ഥരും സംഭവിച്ചില്ല. കാരണം MC റോഡ് പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് ലുലുവിന് വേണ്ടി പൊട്ടിച്ചു കൊടുത്തു. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതുപോലെ ലുലു വന്നുകൊണ്ട് 2000 പേർക്ക് തൊഴിലവസരം കിട്ടിയെന്ന് പറയുന്നു. ഈ 2000 പേർക്ക് തൊഴിലവസരം കിട്ടുമ്പോഴത്തേന് ഈ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള 12,000-ഓളം കടകൾ പൂട്ടുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അതെന്തെങ്കിലും ആട്ടെ, ഞാൻ ഇതുവരെ ലുലു മാളിന്റെ അവിടെ പോയിട്ടില്ല, വെളിയിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. ഉദ്ഘാടന സമയത്ത് പോലും വീഡിയോ എടുക്കാനോ ഒന്നും പോയില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ പുതുപ്പള്ളിക്കാരനാണ്. അപ്പം പുതുപ്പള്ളിയിലുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടിച്ചെന്നാലും 1 രൂപ പോലും ഇല്ലാതെ കുറച്ച് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തുകാരേ ഉള്ളൂ. അപ്പം പൈസ ഉള്ളവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് വലുത്.